ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഈദ് മുബാറക്. രാവിലെ തന്നെ പെരുന്നാൾ നമസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കിടന്നുറങ്ങി എണീറ്റ് ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടി റെഡിയായതാണ്. ഞാൻ റെഡിയായി കഴിഞ്ഞ് സുൽത്തൂനെ റെഡിയാക്കുകയാണ്. അവളിപ്പോൾ കുളിച്ചതേ ഉള്ളൂ, അതുകൊണ്ട് മുടിയൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല. ആദ്യം ഞാൻ അതൊന്ന് ജസ്റ്റ് ചീകി കൊടുത്തിട്ട് അവളുടെ കണ്ണൊക്കെ എഴുതി കൊടുക്കുകയാണ്. കണ്ണ് പിരികാണ് ആദ്യം എഴുതി കൊടുക്കുന്നത്. പല ഡൗട്ടും അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്. സുൽത്താന് മേക്കപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആകെ ഒരു കാര്യം, ആൾ തിരിഞ്ഞു മറിഞ്ഞൊക്കെ നിന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു വിധത്തിൽ പിരികൊക്കെ എഴുതി കൊടുത്തു. ഇനി ഞാൻ കണ്ണിൻ്റെ അകത്തെഴും പുറത്തും കൂടെ എഴുതി കൊടുക്കുകയാണ്. ഇത് മെബിലൈൻ്റെ കാജൽ സ്റ്റിക്കാണ്. ഒട്ടും തന്നെ പരക്കുന്നില്ല, പിന്നെ കണ്ണെരിയ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് എഴുതി കൊടുക്കാൻ പറ്റും. കണ്ണെഴുതി കഴിഞ്ഞപ്പോഴാണ് ഞാൻ മുഖത്ത് ക്രീം തേച്ച് കൊടുത്തില്ല എന്ന് ആലോചിച്ചത്. ശരിക്കും നമ്മൾ ഫസ്റ്റ് തന്നെ ക്രീം തേച്ച് കൊടുക്കുന്നതാണ് നല്ലത്. അത് കാരണം അത് കഴിഞ്ഞ് നമ്മൾ ഐബ്രോയും കണ്ണൊക്കെ എഴുതി കഴിയുമ്പോൾ നമുക്ക് എല്ലായിടത്തും ഒന്നും ക്രീം തേക്കാൻ പറ്റില്ല. അങ്ങനെ അത് ക്രീമൊക്കെ തേച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ഈ അടുത്ത് വാങ്ങിച്ചതാണ്. മുസ്ലി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഒരു ക്രീമാണ്. ഇനി അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. ലിപ് ബാം ഇട്ട് കൊടുക്കുകയാണ്. ലിപ്സ്റ്റിക്കാണ് ഏറ്റവും ഇഷ്ടം. പക്ഷേ കുട്ടികൾക്ക് നമ്മൾ ലിപ്സ്റ്റിക്ക് അങ്ങനെ ഇടാൻ പാടില്ലല്ലോ. ഇത് ചെറിയൊരു ടിൻറ്റുള്ള ലിപ് ബാമാണ്. അപ്പോൾ അവൾ നല്ല ഹാപ്പിയാണ്. എങ്കിലും ലിപ്സ്റ്റിക്ക് വേണമെന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുവിധം അതൊക്കെ കഴിഞ്ഞ് ഇനി ഞാൻ മുടി ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. മുടി നന്നായിട്ട് ഷാമ്പൂ ഒക്കെ ഇട്ടതുകൊണ്ട് അത് ഉണങ്ങി കഴിയുമ്പോൾ നേരെ കണ്ണിലോട്ട് വീഴും. അതുകൊണ്ട് ഞാൻ ആ ഫ്രണ്ട് പോർഷൻ എടുത്തിട്ട് ജസ്റ്റ് ചെറിയൊരു ബണ്ണിട്ടിട്ട് ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് ഒരു ബട്ടർഫ്ലൈ കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ബണ്ണിട്ടതിൻ്റെ ബാലൻസ് മുടിയിൽ നമ്മളൊരു ചെറിയ ക്ലിപ്പും കുത്തി കൊടുക്കുന്നുണ്ട്. അതൊന്നും അവിടെ തന്നെ ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്. ആദ്യം ഞാൻ ബട്ടർഫ്ലൈ എടുത്ത് ബാക്കിൽ തന്നെ കുത്തി നോക്കി, പക്ഷെ അതത്ര രസമായില്ല. പിന്നെ ഞാനത് വീണ്ടും ഫ്രണ്ടിൽ തന്നെ കുത്തി കൊടുത്തു. അങ്ങനെ അവൾ സ്വയം ക്യാമറയിൽ നോക്കി ആൾ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി കുറച്ച് റീൽസൊക്കെ എടുക്കാൻ റെഡിയാണ് സുൽത്തു. പെൺകുഞ്ഞുങ്ങളെ ഒരുക്കാനും അവർക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യാനും ആക്സസറീസ് സെലക്ട് ചെയ്യാനൊക്കെ ഒരു പ്രത്യേക രസം തന്നെയാണ് അല്ലേ. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവൾ എന്നോട് പറഞ്ഞത് ഉമ്മി പൗഡർ ഇട്ടിട്ടില്ല എന്ന്. അവൾ ഇട്ടാൽ നന്നായിട്ട് ഇടുന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഞാൻ പൗഡർ ഇട്ട് കൊടുക്കാമെന്ന്. അങ്ങനെ ഇനി ഇതാ ലാസ്റ്റ് സ്റ്റെപ്പ്, ഇനി പൗഡറും കൂടി ഇട്ട് കൊടുക്കുകയാണ്. സമയം ഏകദേശം 12:30 ആയിട്ടുണ്ടാവും. ഇക്ക നേരത്തെ ഒരുങ്ങി ഞങ്ങളെ രണ്ടുപേരെയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇക്കയുടെ പെങ്ങളുടെ വീട്ടിലാണ് ഞങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുന്നത്. അപ്പം ഞങ്ങളിത് 3 പേരും റെഡിയായി പെരുന്നാൾ ആഘോഷിക്കാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ 3 ആളും ഇന്ന് ഈദിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്